ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് ക്ഷാമമാണെന്ന ഡോക്ടർ ഹാരിസ് ഹസന്റെ ആരോപണത്തെ പിന്തുണച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നു. സമാന പ്രശ്നം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല മറ്റു മെഡിക്കൽ കോളേജുകളിലും നിലനിൽക്കുന്നുവെന്ന് KGMCTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റൊസന ബീഗം 24നോട് പറഞ്ഞു. രോഗികളുടെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുൻഗണന അത്യാവശ്യമാണെന്ന് ഡോക്ടർ റൊസന ബീഗം. അല്ല, തുകകൾ അനുവദിക്കുന്നത് ഇപ്പൊ ബഡ്ജറ്റിൽ അനുവദിക്കുന്ന എല്ലാ തുകയും എത്രത്തോളം വിനിയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം നടത്തണമുണ്ട്. സർക്കാർ തുക അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാരണം അനുവദിച്ച തുക വിനിയോഗിക്കപ്പെടണം കറക്റ്റ് സമയത്ത്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നയപരമായ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിൽ വരിക. അപ്പൊ ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകാനാണ്. സർക്കാർ കാശ് അനുവദിക്കുന്നു എന്ന് പറഞ്ഞു, അനുവദിച്ചത് എങ്ങനെ കൃത്യമായി അത് സമയബന്ധിതമായി നടന്നു പോകണം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്പെസിഫിക് ഇഷ്യൂ എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കുന്നതൊക്കെ അംഗീകരിക്കാനാവുന്ന കാര്യം. താങ്ക് യു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. അലക്സ് റാം, യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ പറഞ്ഞത് നേരാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ച് ശിക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ചങ്കുറപ്പോടെ അദ്ദേഹം തുറന്നു പറയുമ്പോൾ എന്തെങ്കിലും വസ്തുതയിൽ കാണാതിരിക്കും. വേറെ ഒരു ഡോക്ടർ എഴുന്നേറ്റ് നിന്ന് രാവിലെ സ്വപ്നം കണ്ടിട്ട് ഇതൊക്കെ പറയൂ. ഇതൊക്കെയാണ് നമ്മുടെ സംശയം. SKN തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ ഹസൻ ചിറക്കൽ എന്ന ഹാരിസ് ഹസൻ എന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഇദ്ദേഹം ഉയർത്തിയൊരു പ്രധാനപ്പെട്ട പരാതി ഈ ഉപകരണങ്ങൾ തകരാറായി അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് കൊണ്ട് തന്നെ, ആ ക്ഷാമമുള്ളത് കൊണ്ട് തന്നെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന ഗൗരവമായ ഒരു വിഷയമാണ് അദ്ദേഹം ഉയർത്തിയത്. അത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ ആരോഗ്യ രംഗത്തും വലിയ ചർച്ചകൾക്ക് അത് വഴിവെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DME മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അത് നിഷേധിക്കുന്നുണ്ട്. അവിടെ തുക അനുവദിച്ചിട്ടുണ്ട്. അത്തരം ഒരു പരാതി, അത്ര വ്യാപകമായ ഒരു പരാതി ഇല്ല എന്ന് പറയുന്നുണ്ട്. മന്ത്രിക്കോ DMEക്കോ പരാതി നേരത്തെ നൽകിയിട്ടില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഉയർത്തിയ ഈ പരാതി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവം അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാൻ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന സംഘടനയായ KGMCTAക്ക് കഴിഞ്ഞില്ല എങ്കിൽ പോലും ഈ ഒരു വിഷയം, അദ്ദേഹം ഉയർത്തിയ വിഷയം മെഡിക്കൽ കോളേജുകളിൽ നിലനിൽക്കുന്നു എന്നാണ് KGMCTAയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റസ്നാര ബീഗം 24നോട് പറഞ്ഞത്. അവർ പറയുന്നത് ഹാരിസ് ഹസൻ ഉയർത്തിയ ഈ ആരോപണം അത് വാസ്തവമാണ്. കാരണം മെഡിക്കൽ കോളേജുകളിലെ ഉപകരണങ്ങൾ തകരാറിലായാൽ അത് സമയബന്ധിതമായി പരിഹരിക്കുന്നത് കുറവാണ്, പരിഹരിക്കുന്നില്ല എന്ന് തന്നെ ഡോക്ടർ റസ്നാര ബീഗം പറയുന്നുണ്ട്. ഫയൽ നീക്കം, ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം വലിയ കാലതാമസം നേരിടുകയാണെന്നുള്ളതാണ് അവർ പറയുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല. രോഗികളുടെ കാര്യമാണ്, അതിന് മുൻഗണന അത്യാവശ്യമാണ്. അതിന് അത്രയും പ്രയോറിറ്റി നൽകി തന്നെ അതിന് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ ബജറ്റിൽ ഒരുപാട് തുക ഇതുമായി ബന്ധപ്പെട്ട് മാറ്റിവെക്കുന്നുണ്ട്. DME അടക്കം പറയുന്നത് കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങാനോ ഉപകരണങ്ങളുടെ ഈ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് തുക അനുവദിക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ അനുവദിക്കുന്ന തുക കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം, എന്നുള്ളത് പഠിക്കണമെന്ന് KGMCTA വ്യക്തമാക്കുന്നുണ്ട്. അനുവദിച്ച തുക കൃത്യമായി ഉപയോഗിക്കപ്പെട്ടാലേ അതിന് ഫലമുണ്ടാകുകയുള്ളൂ. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രം പ്രശ്നമല്ല. ഇത്തരത്തിലുള്ള വിഷയം മറ്റു മെഡിക്കൽ കോളേജിൽ, മറ്റു സർക്കാർ മെഡിക്കൽ കോളേജുകളിലും നിലനിൽക്കുന്നു എന്ന ഗൗരവതരമുള്ള ഒരു വിഷയമാണ് KGMCTA സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. ഹാരിസ് ഹസൻ DMA മന്ത്രി ഓഫീസിലേക്കുമൊക്കെ ഈ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടാകും എന്നുള്ളതാണ് KGMCTAയുടെ വാദം. ഈ വിഷയം തന്നെ ഉയർത്തി DMEക്കും ആരോഗ്യമന്ത്രിക്കും കത്ത് നൽകാനും KGMCTA തീരുമാനിച്ചിട്ടുണ്ട്. ഈ ചെറിയ കാര്യങ്ങളിൽ പോലും ആരോഗ്യമന്ത്രി നേരിട്ട് ഇടപെടേണ്ടി വരുന്നത് സിസ്റ്റത്തിൻ്റെ പരാജയമായി തന്നെ വിലയിരുത്തേണ്ടി വരുമെന്ന് KGMCTA സംസ്ഥാന പ്രസിഡന്റ് പറയുന്നുണ്ട്. ഹാരിസ് ഹസനെയും KGMCTA നേരിട്ട് കാണും. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഹാരിസിനെതിരെ നടപടിയെടുത്താൽ അത് സംഘടന അംഗീകരിക്കില്ല എന്നും KGMCTA വ്യക്തമാക്കുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.